നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വെള്ളപ്പോക്ക് അഥവാ അസ്ഥിയുരുക്കത്തിനെ പറ്റിയിട്ടാണ്. അതായത് അസ്ഥിയുരുക്കം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വെള്ളപ്പോക്ക് അനുഭവിക്കുന്ന സ്ത്രീകൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിൽ ആദ്യം പറയുന്നത് അവർ 2 to 3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം എന്നാണ്. അതായത് ഒറ്റ ഇരുപ്പിന് 2 to 3 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇപ്പം വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഓഫീസിലിരിക്കുന്നവരാണെങ്കിലും ഒരു കുപ്പി നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഹോളിൽ ഒരു കുപ്പി വയ്ക്കുക, കിച്ചണിൽ ഒരു കുപ്പി വയ്ക്കുക, ബെഡ്റൂമിൽ ഒരു കുപ്പി വയ്ക്കുക, അങ്ങനെ 3 ലിറ്റർ ആക്കാം. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കൊണ്ടുപോകുന്ന ബോട്ടിൽ അവിടുന്ന് തന്നെ തീർത്തതിന് ശേഷം വീട്ടിൽ ഇതുപോലെ ബാക്കിയുള്ള ഓരോ റൂമിലും ഓരോ കുപ്പി വെച്ചിട്ട് നമുക്കൊരു 3 ലിറ്റർ വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സ് കഴിഞ്ഞിട്ടും അതുപോലെ ടോയ്ലറ്റ് പോയതിനു ശേഷവും നമ്മളെ പ്രൈവറ്റ് പാർട്ട് നന്നായി കഴുകി വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അവിടെ നന്നായിട്ട് ഡ്രൈ ആക്കി ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് പറയുന്നത് നന്നായിട്ട് വിയർക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് നമ്മൾ ഇന്നും ചേഞ്ച് ചെയ്തിരിക്കണം. അതായത് 24 അവറും ഒരു അണ്ടർ ഗാർമെന്റിൽ തന്നെ ഇരിക്കാൻ പാടില്ല, നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ കോട്ടന്റെ അണ്ടർവെയർ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പീരിയഡ് ടൈം ഒക്കെ ആണെങ്കിൽ അധികം ബ്ലീഡിംഗ് ഇല്ലെങ്കിൽ പോലും 24 അവർ, അതായത് ഒരു ദിവസം ഒരു പാഡ് എന്നുള്ള കണക്ക് മാറ്റി ഒരു ദിവസം 2 or 3 പാഡായിട്ട് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും ഹൈജീന് നമ്മൾ ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്കുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. താങ്ക്